ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് ദിവസം മുന്നെയാണ് വീഡിയോ ചെയ്തത്. ഞാനതിൽ എൻ്റെ ഒരു പുതിയ ഷോപ്പിനെ കുറിച്ചിട്ട് ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു മൊബൈൽ ആക്സസറി ഷോപ്പ് എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹെഡിങ്ങിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോയുടെ ഒരു ഭാഗമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു വീഡിയോ വേറെ അത് റിലേറ്റീവായിട്ട് മുദ്ര ലോൺ നമ്മൾക്ക് എങ്ങനെ എടുക്കാം എങ്ങനെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ആ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ഷോപ്പ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ വരെ എത്തിയ ആ ഷോപ്പിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെറിയ ഷോപ്പൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്കൊരു ഷോപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ ഇട്ട് പോകും. ദിസ് ഇസ് ഇക്ബാൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ഞാൻ അതിന് ആക്ച്വലി അഡ്വാൻസ് കൊടുത്തു, അതിൻ്റെ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ എഴുതി. അതിനുശേഷം എനിക്ക് ഒരു ചെറിയൊരു ചേഞ്ചസ് എനിക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഞാനപ്പോൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മൾ ഈ ഷോപ്പ് എടുത്തിട്ടുള്ളത് തൃശ്ശൂർ MG റോഡിലാണ് നമ്മൾ ഈ ഷോപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വാക്കിംഗ് കസ്റ്റമേഴ്സും ആൻഡ് എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സും നമുക്ക് എല്ലാ രീതിയിലുള്ള ക്രൗഡും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്സവങ്ങളും അല്ലെങ്കിൽ അതോട് റിലേറ്റീവായി നിൽക്കുന്ന മറ്റു പരിപാടികളും പൊതുപരിപാടികളും, അതേപോലെ തന്നെ നമുക്കതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കുറച്ച് ഈ പൊളിറ്റിക്സ് പരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടും മറ്റ് സാംസ്കാരികപരമായിട്ടുള്ള കുറേ ഈ പരിപാടികൾ ഈ തേക്കിൻകാട് മൈതാനിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്രൗഡും കാര്യങ്ങളൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്പോട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഷോപ്പ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു മൊബൈൽ ആക്സസറി ഷോപ്പ് നമുക്ക് വളരെ ഈസി, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഷോപ്പ് ആയതുകൊണ്ട് ഞാൻ മൊബൈൽ ആക്സസറി ഷോപ്പ് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1-2 സംഭവങ്ങൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് പോലെ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ അതിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങളുണ്ടാവും, ഒരുവിധമുള്ള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഒരു ലിമിറ്റഡ് ഐറ്റംസ്, കാരണം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല, നമുക്ക് മൊബൈൽ ആക്സസറീസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മേജർ പാർട്ടായിട്ട് നമുക്ക് പെർഫ്യൂം കൂടി നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പെർഫ്യൂംസ്, ഓക്കെ. പെർഫ്യൂംസ് മീൻസ് പോക്കറ്റ് സ്പ്രേസ്, ബോഡി സ്പ്രേകൾ, അതേപോലെ അത്തറുകൾ, ഇതുപോലുള്ള നല്ല ബ്രാൻഡ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് മാത്രം. അങ്ങനെ ഒരുപാട് അതല്ല, കുറച്ച് നല്ല ക്വാളിറ്റി, നല്ല മൂവിങ് ഉള്ള, യുണീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജെൻസിനും ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അട്രാക്ഷൻ സ്മെല്ലുകളായിട്ടുള്ള നല്ല കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ മൊബൈൽ ആക്സസറീസ് പ്ലസ് പെർഫ്യൂംസ്, ഓക്കെ. ഇതുപോലെ ക്യാപ്പുകൾ, മെൻസിൻ്റെ ക്യാപ്പുകൾ, അതുപോലെ കുറച്ച് ബെൽറ്റ്, കളക്റ്റീവായിട്ടുള്ള കേട്ടോ, ഓക്കെ. കുറച്ച് നല്ല കളക്ഷൻസ്, നല്ല വെറൈറ്റി കളക്ഷൻസ് മാത്രമുള്ള കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് നടത്തിക്കൊണ്ട് കുറച്ച് ബെൽറ്റുകൾ, കുറച്ച് ക്യാപ്പ്, കുറച്ച് നല്ല ഡിഫറെൻറ്റ് കളക്ഷനിൽപ്പെട്ട കുറച്ച് വാച്ചസ്, അതുപോലെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളും, അതുപോലെ ലേഡീസിൻ്റെയും കുറച്ച് ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് മോഡിലേക്ക്, അല്ലെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് അല്ല ഉദ്ദേശിച്ചത്. അപ്പോഴും ഞാൻ പറയുന്നത് ആ ഷോപ്പിൻ്റെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൊബൈൽ ആക്സസറീസ് ആൻഡ് പെർഫ്യൂംസ്, ഓക്കെ. ബാക്കി വേണമെങ്കിൽ നമുക്കൊരു 80% നമുക്ക് മൊബൈൽ ആക്സസറീസ് ആൻഡ് പെർഫ്യൂംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി ഒരു 20% ഈ പറയുന്ന പോലെ ക്യാപ്പുകൾ, അതേപോലെ തന്നെ ബെൽറ്റ്, സൺഗ്ലാസസ്, അതുപോലെ ഇപ്പോൾ പറയുന്ന പോലെ വാച്ചസ്, ഇതുപോലുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് അത്യാവശ്യം അതുപോലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് അവരുടെ കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്കിതിന് ശേഷം തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും കൂടി കുറച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്കൊരു ബിസിനസ് ചെയ്താൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോപ്പിൻ്റെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് പെർഫ്യൂംസ് ആൻഡ് ആക്സസറീസ് ആണ്. പ്ലസ് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി, കുറച്ച് ഡിഫറെൻറ്റ് കളക്ഷൻസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഉദ്ദേശിച്ചൊരു ഫണ്ടിൽ ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, നിൽക്കില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു ഫണ്ടാണ്, പക്ഷെ ആ ഫണ്ട് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കണ്ടൊരു മറ്റു മാർഗമാണ് ആ ഒരു ഷോപ്പ് ഉപയോഗിച്ച് ആ ഷോപ്പിൻ്റെ പേരിൽ ഒരു മുദ്രാ ലോൺ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു എമൗണ്ട്, എത്രയാണോ ഷോപ്പിന് നമുക്ക് ആ പർച്ചേസിന് ആവശ്യമായിട്ടുള്ളൊരു എമൗണ്ട്, അല്ലാതെ ഒരുപാട് എമൗണ്ട് ലോൺ എടുത്തിട്ട് നമ്മൾ വെറുതെ ബാധ്യത കയറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എത്രയാണോ നമുക്ക് ആ പർച്ചേസിന് ആവശ്യമായിട്ടുള്ളൊരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഒരു മുദ്ര ലോൺ സെറ്റപ്പിൽ നമുക്ക് എടുത്തിട്ട് നമുക്കതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഞാൻ എത്തിയിട്ടുണ്ട്. പുതിയ ഷോപ്പ് തുടങ്ങാവുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഫണ്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്കൊരു മുദ്രാ ലോണൊക്കെ എടുത്തിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മുദ്രാ ലോൺ എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിൻ്റെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസുകളാണ് നമ്മളതിൽ ഇങ്ങനെ ഈ ഷോപ്പിൽ ആഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. നിലവിൽ ആ ഒരു ഷോപ്പിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ ആ ഷോപ്പ് എടുക്കുമ്പോൾ തന്നെ 1-2 റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മുന്നേ ആ ഒരു ഷോപ്പ് നടത്തിയ ടീമിൻ്റെതാണ്. പക്ഷെ ആ ഒരു റാക്കും അതിൻ്റെ ഉള്ളിൽ നടത്തിയുള്ള സെറ്റപ്പും എന്തുകൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് രീതിക്ക് അത് മാച്ച് ആയതുകൊണ്ട് നമുക്ക് അതിമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എക്സ്ട്രാ 1-2 ഐറ്റംസ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഒരു ഈ മൊബൈൽ ഡിസ്പ്ലേ ഒരു കബോർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സ്റ്റെപ്പായിട്ടുള്ള ഒരു നെയിം ബോർഡ് സെറ്റപ്പ്, ആ നെയിം ബോർഡ് സെറ്റപ്പിന് ഞാൻ അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നെയിം ബോർഡ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാം. ഇതാണ് നമ്മൾ ആ ഷോപ്പിന് ഇട്ടിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ പേര് എങ്ങനെ ഉണ്ടെന്നുള്ളതും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേര് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. തൃശ്ശൂരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നെയിം ബോർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ലൈസൻസിന് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരും. ഇപ്പം നെയിം ബോർഡ് വെക്കുന്നത്, നെയിം ബോർഡ് വന്നു കഴിഞ്ഞാൽ അതിന് എത്ര രൂപ ആവും, അതിൻ്റെ എക്സ്പെൻസ് എത്രയായി, ആ രീതിയിൽ ഇപ്പം നമ്മൾ വെച്ച രീതിയിലുള്ള നെയിം ബോർഡിന് എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ലൈസൻസ് എടുക്കാൻ നമുക്ക് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട്, അതുപോലെ ഉദ്യാനാധാർ എടുക്കാൻ നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയെ മറ്റു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പോൾ ഇതുവരെയാണ് നമ്മൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോപ്പിന് കുറച്ചും കൂടി വൈഡായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിനിട്ടുള്ള നമ്മുടെ പേര് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാം, കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇതൊരു മൊബൈൽ ആക്സസറീസ് മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി ഒരു MG റോഡൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ക്രൗഡ് ഫുൾ ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഐറ്റംസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. അപ്പോൾ ഒരിക്കലും അത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റിന് ഓക്കെ ആവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ മുദ്രാ ലോൺ എന്ന ഒരു ഓപ്ഷനിലേക്ക് നീങ്ങിയതും. അപ്പോൾ മുദ്രാ ലോൺ എടുക്കുമ്പോൾ അത് കിട്ടുന്ന രീതികളും മുദ്രാ ലോൺ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ ഇതേപോലെ വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഷോപ്പൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ നെയിം ബോർഡിൽ ഉൾപ്പെടുത്തി കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. മൊബൈൽ ആക്സസറീസ്, പെർഫ്യൂംസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ്. കാരണം ഈ ഐറ്റംസുകളൊക്കെയാണ് നമ്മളതിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.